ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും sewingbird-ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള പഴയൊരു സാരി ഉപയോഗിച്ചിട്ട് എങ്ങനെ ന്യൂ മോഡൽ കുർത്തി ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ കുർത്തിയിൽ മുന്താണി, അതായത് പല്ലുവിൻ്റെ ഒരു വർക്ക് ഉപയോഗിച്ചിട്ടാണ് ചുരിദാറിന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് അത്യാവശ്യം റേറ്റ് കുറഞ്ഞൊരു സാരി നോക്കി മേടിച്ചതാണ്. നിങ്ങൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള സാരികളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുർത്തി ഗൗണ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ഈ സാരിയിൽ ഇത്രയും മുന്താണി വരുന്നുള്ളൂ. നമുക്ക് ആദ്യം ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ മുന്താണിയുടെ ഈ നടുവിലുള്ള ഈ ഒരു ഡിസൈൻ നമ്മൾ കുർത്തിക്ക് കൊടുക്കുന്നില്ല. അതൊഴിവാക്കി ഈ രണ്ട് ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിന് മുകളിൽ കൂടെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം മാർക്കിങ്ങുകളെല്ലാം കൊടുക്കുന്നത്. ഓരോ സാരിയുടെ മുന്താണിയുടെ ഡിസൈൻ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാരിയുടെ ഡിസൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഐഡിയ വരുന്നത് ആ രീതിയിൽ ഇതുപോലെ നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ സെൻട്രൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് മുകളിൽ നിന്നും താഴേക്ക് 1/2 ഇഞ്ച് ഇറക്കിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണേ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിലെയും തുണികൾ തമ്മിൽ ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു മുകളിൽ അത്രയും ഭാഗം നമുക്ക് കുറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഞാൻ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സെൻട്രൽ പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇതുപോലെ വെച്ചിട്ട് നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്കിതിന് മുകളിൽ കൂടെ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം നമ്മളിത് മാർക്കിങ്ങുകളെല്ലാം കൊടുക്കുന്നത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ മാർക്കിങ് ചെയ്യാം. എൻ്റെ ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 43 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും താഴെ മടക്കിടിക്കാനുള്ള 1 ഇഞ്ചും കൂട്ടി ഞാൻ 1.5 ഇഞ്ചാണ് എടുക്കാറുള്ളത്. ഇവിടെ ഞാൻ താഴെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഡിസൈൻ തന്നെ 1 ഇഞ്ച് വീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് മുകളിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും താഴെ ആ തുണി അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ 44 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ, ബാക്ക് സൈഡിൽ ഞാൻ 43ൻ്റെ കൂടെ 1.5 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ മുകളിൽ നിന്നും 44 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. ആ മാർക്കിങ്ങിൽ നിന്നും ഞാൻ ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് സൈഡിലുള്ള തുണി കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 43 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് 44.5 ഇഞ്ചിൽ ബാക്ക് സൈഡിലുള്ള തുണി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കിക്കും ഫ്രണ്ട് സൈഡിക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു നേരടിക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 മീറ്ററിൻ്റെ ലൈനിങ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിൽ മാർക്കുകളെല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാമല്ലോ. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. എൻ്റെ ബോഡിയിൽ നിന്നും എനിക്ക് കിട്ടിയ ഷോൾഡർ ലെങ്ത്ത് 14 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 7 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ ബാക്ക് നെക്ക് 3.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ഷോൾഡറിൻ്റെ ഹാഫ് തന്നെ ഞാൻ എടുക്കുന്നത്. 4 ഇഞ്ചിൽ കൂടുതൽ ബാക്ക് നെക്ക് എടുക്കുകയാണെങ്കിൽ ഷോൾഡറിന് വിട്ടും അതിനനുസരിച്ചിട്ട് കുറച്ചുകൊണ്ടിടണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ വൈഡായിട്ട് ഈ നമ്മുടെ ഷോൾഡർ ബോണിൽ നിന്നും താഴേക്ക് തുണി ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അപ്പോൾ അത് കാണാൻ വലിയ പെർഫെക്ഷൻ ഉണ്ടായിരിക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തത് ആം ഹോൾ ലൈൻ മാർക്ക് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ഷോൾഡർ അത് തന്നെയാണ് ആം ഹോൾ ലൈനായിട്ട് എടുക്കുന്നത്. നമുക്ക് താഴേക്കും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. അടുത്ത് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ ചെസ്റ്റിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ആഡ് ചെയ്യണം. എൻ്റെ ഇവിടെ ചെസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 38 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ കൂടെ 4 ഇഞ്ച് ആഡ് ചെയ്തു. എനിക്ക് 42 ഇഞ്ച് കിട്ടി. 42നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 10.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടി കൂട്ടി 12.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത് നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ളത് കൂട്ടി 14.5 ഇഞ്ചിൽ ഞാൻ ഇതുപോലൊരു മാർക്കിങ് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് അവിടുത്തെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയ വേസ്റ്റ് വിഡ്ത്തിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യാം. ആ കിട്ടുന്ന സംഖ്യേനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണോ കിട്ടുന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കുകയാണ് വേണ്ടത്. എൻ്റെ വേസ്റ്റ് വിഡ്ത്ത് 32 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 3 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 35 കിട്ടി. അതിന് ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 8.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ 8.25 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടി ഞാനിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് കൂടിയും കൂട്ടി ഞാൻ 21 ഇഞ്ചിൽ ഹിപ്പ് ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വിഡ്ത്ത് ഞാൻ നമുക്ക് എത്രയാണോ ചെസ്റ്റ് വിഡ്ത്ത് കിട്ടിയിട്ടുള്ളത് ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഹിപ്പിൻ്റെ വിഡ്ത്തായിട്ട് കൊടുക്കുന്നത്. എൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ 10.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതുതന്നെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രം സീം അലവൻസ് കൊടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. സ്ലിറ്റിൻ്റെ അവിടെയും അതുപോലെ താഴെ ബോട്ടത്തിലും നമ്മൾ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള സ്ലിറ്റ് വിഡ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് താഴെ ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ സ്ലിറ്റ് 10.5 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 11 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ സ്ലിറ്റ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് സീം അലവൻസ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങുകളെല്ലാം ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ആദ്യം നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റിൽ കൂടെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ കൊടുത്തുള്ള സീം അലവൻസിൻ്റെ ആ ഒരു മാർക്കിങ്ങിലൂടെ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഷേപ്പായിട്ട് തന്നെ കിടക്കാനായിട്ട് ഈ വേസ്റ്റിൻ്റെ ഇവിടെയും അതുപോലെ ഹിപ്പിൻ്റെ ഇവിടെയും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ക്രോസ് പീസ് കൊണ്ടാണ് നെക്ക് മറിച്ചടിക്കുന്നതെങ്കിൽ ഈ 3.5 ഇഞ്ചിൽ നിന്നും 1/4 ഇഞ്ച് മൈനസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് 5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോക്സ് ആക്കി വരച്ചെടുക്കുക. ഞാനിവിടെ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് നെക്ക് യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മളുടെ ആം ഹോൾ ലൈനിൽ നിന്നും താഴേക്ക് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ആ 1/2 ഇഞ്ചിലേക്ക് നമ്മളുടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്നും താഴേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കുക കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് എടുക്കണമെന്നില്ല. ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ആം ഹോൾ കർവ് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ചെസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നും ആം ഹോളിൻ്റെ ലൈനും ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ആം ഹോൾ കർവ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ആം ഹോൾ കർവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആം ഹോൾ ലൈനിൻ്റെ ആ ഒരു എഡ്ജിൽ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കർവ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആം ഹോൾ ലൈനിൻ്റെ ഹാഫ് എടുക്കുകയാണ്. ആ ഹാഫിൽ നിന്നും ഉള്ളിലേക്ക് ഞാൻ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തും 1/2 ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ 3 പോയിന്റുകളും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആം ഹോൾ കർവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്തത് ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ബാക്ക് നെക്ക് 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ ബോക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇവിടെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും തുണിയുടെ ബാക്ക് സൈഡ് വേണം ഫസ്റ്റ് കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മളിതുപോലെ തുണിയിൽ ബാക്ക് ആം ഹോൾ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ സീം അലവൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈനിൽ കൂടെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ ഈ ഒരു മാർക്കിങ്ങിലും അതുപോലെ വേസ്റ്റിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയും നമ്മൾ ഇതുപോലെ ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നമ്മുടെ മെയിൻ ഫാബ്രിക്കും അതുപോലെ ലൈൻ തുണിയും ചേർത്ത് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ ക്യാൻവാസ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. 1/2 ഇഞ്ചിൽ ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. അതിനായിട്ട് ബാക്ക് സൈഡിലെ നല്ല തുണിയും അതുപോലെ ബാക്ക് സൈഡിലെ ലൈനിങ് തുണിയും നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുകയാണ്.
എന്നിട്ട് ഫ്രണ്ട് സൈഡിലെ നല്ല തുണിയും അതുപോലെ ഫ്രണ്ട് സൈഡിലെ ലൈൻ തുണിയും ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ആം ഹോൾ ലൈനിൽ കൂടെ നമുക്കൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2 തുണികളും ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡി പാർട്ടെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് സ്ലീവിന് ആവശ്യമായ തുണി ഞാനിതുപോലെ 4ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 20 ഇഞ്ച് ലെങ്ത്താണ് സ്ലീവിന് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ നെക്കിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെ താഴെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ മുകളിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 20 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള അരേഞ്ചും അതുപോലെ താഴെ നമ്മൾ കൊടുക്കുന്ന ബോർഡർ അറ്റാച്ച് ചെയ്യാനുള്ള അരേഞ്ചും കൂട്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 21 ഇഞ്ചിൽ ഞാനിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ലൈൻ വരച്ചെടുക്കാം. അടുത്ത് സ്ലീവിൻ്റെ ആം ഹോൾ ലൂസ് മാർക്ക് ചെയ്യണം. അതായത് ഏറ്റവും മുകളിലത്തെ വണ്ണം. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുകയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിൽ തുണി എടുക്കുക കേട്ടോ. ബാക്ക് സൈഡിൽ തുണി എടുത്തിട്ട് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് ലൂസും വിട്ടിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കിട്ടിയ ചെസ്റ്റിൻ്റെ ആ ഒരു പോയിൻ്റ് വരെ അളന്ന് നോക്കുക. ആ ഒരു മെഷർമെൻറ്റാണ് ആം ഹോൾ ലൂസായിട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എനിക്ക് അവിടെ 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്നും താഴേക്ക് 3.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു മാർക്കിങ്ങിലേക്ക് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കുക. ഞാനിത് സ്റ്റിച്ചിങ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരികയാണ്. അടുത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈനിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആ ഒരു പോയിന്റിൻ്റെ 2 സൈഡുകളിലെ സെൻറ്റർ പോയിൻ്റ് കൂടി ഒന്ന് നമ്മൾ കാണണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ 2 സൈഡിലെയും സെൻറ്റർ പോയിൻ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ ആ ഒരു മാർക്കിങ്ങിൽ നിന്നും മുകളിലേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച്, അടുത്തത് 1/4 ഇഞ്ച്. എന്നിട്ട് ഈ ഒരു ലൈനിൽ നിന്നും 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റുകളെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കുക. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബാക്ക് സ്ലീവ്. എൻ്റെ ആം ഹോൾ ലൂസ് 9 ഇഞ്ചായിരുന്നു. അതിങ്ങനെ ടേപ്പ് വെച്ച് നോക്കുകയാണ് എനിക്ക് 9 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ടോയെന്ന്. ഇവിടെ കറക്റ്റായിട്ട് എനിക്ക് 9 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വരയ്ക്കണം. നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള 3ാമത്തെ മാർക്കിങ്ങിൽ നിന്നും താഴേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ സെൻട്രൽ ഭാഗത്തെ ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് ഇറങ്ങി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ മുട്ടിച്ച് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റാണോ എന്ന് നോക്കാനായിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ തുണി ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ആ മാർക്കിങ്ങിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്ലീവ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ 3 മെഷർമെൻറ്റ്സ് കൂടി മാർക്ക് ചെയ്യാനുണ്ട്. അതിന് ഏറ്റവും മുകളിൽ ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴേക്ക് ഒരു 12 ഇഞ്ചിലൂടെ മാർക്ക് ചെയ്തെടുക്കുക. ഈ 12 ഇഞ്ച് നമ്മുടെ കൈമുട്ടിൻ്റെ ആ ഒരു ഭാഗത്തെ വണ്ണമാണ് കേട്ടോ. ഇനി ഇവിടുത്തൊക്കെ നമുക്ക് വിട്ട് മാർക്ക് ചെയ്യാം. 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വിട്ട് 7 ഇഞ്ചാണ്. ലൂസെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. അതുപോലെ നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലെങ്ത്തിൽ നിന്നും അവിടുത്തെ വിട്ട് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 6 ഇഞ്ചാണ് എൻ്റെ വിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തന്നെ സീം അലവൻസും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്ത് വിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവിൻ്റെ താഴെ 1 ഇഞ്ച് വിട്ടിൽ മുന്താണിയുടെ ആ ഒരു വർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റുകളെല്ലാം കൂടി ചേർത്ത് വരച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഷേപ്പ് കൊടുക്കുന്ന സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് എപ്പോഴും നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് മുകളിൽ നിന്ന് താഴേക്ക്
ഷേപ്പ് ചെയ്ത് കൊടുക്കരുത്. ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ആ സ്ലീവിൻ്റെ അവിടെ കുറച്ച് തുണി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് ഈ ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കാൻ പറയുന്നത്. സ്ലീവിൻ്റെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ബാക്ക് സ്ലീവ് കട്ട് ചെയ്യുക. ഈ സാരിയിൽ നിന്നും എനിക്ക് വേണ്ട ചുരിദാറിനുള്ള തുണി കട്ട് ചെയ്ത ശേഷം കുറച്ച് തുണി ബാലൻസ് ഉണ്ട്. ആ തുണി കൊണ്ട് നമുക്ക് കുട്ടികൾക്കുള്ള ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം കേട്ടോ. ഒരു സാരിയിൽ നിന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒരു ഫുൾ സെറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുരിദാറിൻ്റെ ടോപ്പ് അതുപോലെ പാൻറ്റ് ഷോളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ അടുത്ത വീഡിയോകളായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. അതിനായിട്ട് ഇതുപോലെ 2 തുണിയുടെയും നല്ല സൈഡുകൾ ചേർത്ത് വെച്ച് കൊടുക്കാം. സീം അലവൻസ് വിട്ടിട്ട് നമ്മൾ നോച്ചിട്ടില്ലേ, ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ മുകളിൽ സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നും 1.5 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് ഇതുപോലെ 1.5 ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ വേണം നമുക്കിതുപോലെ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട്. ഇവിടെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഞാൻ 1 ഇഞ്ച് വിട്ടിൽ നമ്മൾ ചെസ്റ്റിന് കൊടുത്തിട്ടുള്ള ആ ഒരു ബോർഡർ ഇല്ലേ, മുന്താണിയുടെ ആ ഒരു വർക്ക്, അത് ഞാൻ കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ കൂടെ താഴെ മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും അതുപോലെ സ്ലീവ് ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂട്ടി 2.5 ഇഞ്ച് വിട്ടിലാണ് ഈ ഒരു തുണിയുടെ പീസ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഏറ്റവും താഴെ ഭാഗത്തും ഞാൻ ഇതുപോലെ തന്നെ 1 ഇഞ്ച് വിട്ടിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു പീസ്. ഇവിടെ ഞാൻ 2.5 ഇഞ്ച് ലെങ്ത്തിലാണ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവിൽ ഞാൻ ലൈനിൽ തുണി വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇവിടെ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ്ങും അതുപോലെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് സ്റ്റിച്ചിങ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.